കവിഞ്ഞൊടുങ്ങുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു വിരുന്നായി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ നമ്മൾ കണ്ടു ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ, അത്ഭുത രോഗസൗഖ്യങ്ങൾ, ജീവിത രൂപാന്തര സാക്ഷ്യങ്ങൾ നമ്മൾ കണ്ടു. എന്നാൽ ചിലപ്പോഴെങ്കിലും ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇതൊക്കെ ശരിയാണോ? ഈ അത്ഭുതങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടോ? ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ടോ? ചില ആൾക്കാർക്ക് ഒരു കാലത്ത് ഈ യേശുവിനെ അടുത്തറിയുന്നതിന് മുമ്പ് ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഈ സാക്ഷ്യങ്ങളൊക്കെ പലയിടത്തും പല വിശ്വാസികൾ പറയുമ്പോൾ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ? ആൾക്കാരെ നേരത്തെ പറഞ്ഞ് തയ്യാറാക്കി ഇരുത്തിയിരിക്കുമ്പോൾ അവരെഴുന്നേറ്റ് വന്ന് സൗഖ്യമായെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ട് പറയുകയാണോ? ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് സംശയം തോന്നുന്ന ഒരു ലോകത്താണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ കാര്യത്തിൽ എനിക്ക് ലൂക്കോസിന്റെ സുവിശേഷം വളരെ ഇഷ്ടമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തില് ലൂക്കോസ് പറയുന്നുണ്ട്, യേശുക്രിസ്തു ചെയ്ത ജനനം മുതൽ കർത്താവിന്റെ മരിച്ചടക്കപ്പെട്ട് ഉയർപ്പ് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നത്. ഇത് ഞാൻ എഴുതിയത് എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് എഴുതിയത്. അപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേര് പോഷിപ്പിക്കപ്പെട്ടിടത്തും, ആ വിധവയെ കർത്താവ് വിടുവിച്ചിടത്തും, അതുപോലെ രക്തസ്രവക്കാരി സൗഖ്യമാക്കിയതുമൊക്കെ വെറുതെ കേട്ടുകേഴ്വി വെച്ചല്ല ലൂക്കോസ് എഴുതിയത്, മറിച്ച് അതെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചു. എന്റെ അഭിപ്രായം അതാണ്. ഈ സാക്ഷ്യങ്ങളും വിടുതലുകളും ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞ് മീറ്റിങ്ങുകളിൽ കൈവെക്കുന്നവർ, TV പ്രോഗ്രാമുകൾ നടക്കുന്നവർ, പറ്റുമെങ്കിൽ നമ്മൾ അവരെ ഒന്ന് പോയി കണ്ട് ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് കോതമംഗലം നടന്ന TV പ്രേക്ഷക മീറ്റിംഗിലേക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തുടങ്ങുന്നത് തെയോഫിലോസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് എഴുതിയത്. ഒരു ഡോക്ടറാ. അതിനെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണാം. അതെല്ലാം ഞാൻ ഇവിടെ എടുത്ത് വിശദീകരിക്കുന്നില്ല. ഒരു ഡോക്ടറാ. അന്നത്തെ കാലത്തെ വൈദ്യശാസ്ത്രത്തിൽ വളരെ പ്രവീണനും അപ്പോൾ തന്നെ ഒരു ചരിത്രകാരനുമായിരുന്നു ലൂക്കോസ്. ഈ ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തികളും ലൂക്കോസിന്റെ സുവിശേഷവും 2 ഗ്രന്ഥങ്ങളുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം എന്ന തന്റെ 1ാം വാല്യത്തിന്റെ തുടർച്ചയാണ് അപ്പോസ്തല പ്രവൃത്തികൾ. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ മരണപുനരുദ്ധാനം വരെയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയതെങ്കിൽ, തുടർന്ന് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവരോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളും ചെയ്യും. നിങ്ങൾ ഭൂമിയിൽ എവിടെ ചെന്ന് എന്റെ കാര്യം പറഞ്ഞാലും ഞാൻ അവിടെ വരും. ഭൂലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞേച്ചു പോയിടം മുതൽ പിന്നെ സാധാരണക്കാരായ മനുഷ്യരെ, പത്രോസ്, യോഹന്നാൻ, അവരുടെയൊക്കെ ചിത്രങ്ങളിൽ നമ്മൾ പ്രകാശവളയൊക്കെ തലയുടെ മുകളിൽ വരച്ചു വെച്ചിരിക്കുന്ന കാണാം. ഒരു പ്രകാശവളയവും ഇല്ല. ഇന്ന് നിങ്ങളെ എന്നെയും പോലെ നമ്മളിവിടെ കപ്പയും മീനും ഒക്കെ കഴിക്കുന്നെങ്കിൽ അവരവരുടെ സാധാരണ ഭക്ഷണം കഴിക്കുന്ന, മുക്കുവപ്പണി ചെയ്യുന്ന സാധാരണ മനുഷ്യരാ. വെരി ഓർഡിനറി പീപ്പിൾ. എന്നാൽ സാധാരണ മനുഷ്യരിൽ ഒരു അസാധാരണ ശക്തി വന്നു. ആ ശക്തിയുടെ പേരാ പരിശുദ്ധാത്മാവ്. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തികളുടെ ഗ്രന്ഥത്തിൽ സാധാരണ മനുഷ്യരുടെ മേൽ പരിശുദ്ധാത്മ ശക്തി വന്നപ്പോൾ അവരും രോഗികളെ സൗഖ്യമാക്കാൻ തുടങ്ങി. അവർ കൈവച്ചപ്പോഴും അത്ഭുതം നടന്നു. മാത്രമല്ല, അവരുടെ വചനം കേട്ടവർക്കും അത്ഭുത രൂപാന്തരം ഉണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും നോക്കിയാൽ ഒത്തിരി അന്നത്തെ രാജാക്കന്മാരുടെ പേരുകൾ, അന്ന് എഴുതിയ കാലഘട്ടം ഒക്കെ ചേർത്ത് ഒരു നല്ല ചരിത്രകാരൻ എഴുതുന്ന പോലെയാ ഈ 2 ഗ്രന്ഥങ്ങളും എഴുതിയിരിക്കുന്നത്. അപ്പോൾ തന്നെ രോഗികളുടെ രോഗവിഷയങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന കാണാം. ആ രോഗസൗഖ്യത്തെ വ്യക്തമായി മനസ്സിലാക്കി എഴുതിയതായിട്ട് കാണാം. പലരും പറയുന്നത് അന്നത്തെ ഗവൺമെന്റ് തലത്തിലെ വളരെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു തെയോഫിലോസ്. ഈ തെയോഫിലോസിന് യേശുക്രിസ്തുവിൽ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം വരാൻ തുടങ്ങി. പൗലൂസിന്റെ ശുശ്രൂഷയാലും ഈ ലൂക്കോസ് എന്ന് പറഞ്ഞ സ്നേഹിതനായ ഡോക്ടർ പറഞ്ഞുകൊടുത്തും ഈ തെയോഫിലോസ് എന്ന് പറഞ്ഞ അന്നത്തെ ഗവൺമെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥന് മനസ്സിലായി യേശു ജീവനോടെ ഉണ്ട്. മാത്രമല്ല, യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്ത് പോയിട്ട് നാളുകൾ കഴിഞ്ഞെങ്കിലും ഇന്നും ആ നാമം വിളിക്കുന്നവരിൽ അത്ഭുതം നടക്കുന്നു. മദ്യപാനികൾക്ക് മാറ്റം വരുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, നിരാശയിലും തകർന്നു വരുന്നവർ തുള്ളിച്ചാടി ആരാധിക്കുന്നു. ഇത് കണ്ടപ്പോൾ തെയോഫിലോസിനും വലിയൊരു അട്രാക്ഷൻ ഈ യേശുവിന്റെ വിശ്വാസത്തോടുണ്ടായി. അങ്ങനെ തെയോഫിലോസിന്റെ കൂട്ടുകാരനായ ലൂക്കോസ് തെയോഫിലോസിന് കിട്ടിയ വിശ്വാസത്തിൽ ഉറപ്പിക്കാനാ 2 പുസ്തകങ്ങൾ എഴുതിയത്. ഏതൊക്കെയാ? ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം തുടങ്ങുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിനക്ക് ഉപദേശം ലഭിച്ച വാർത്ത. എന്താ വാർത്ത? അപ്പൊ അവരെല്ലാം കേട്ടിട്ടുണ്ട്, യേശു എന്ന് പറയാൾ യെരുശലേമിൽ വന്നെന്നും വലിയ പ്രകമ്പനമൊക്കെ ഉണ്ടായി ഒടുവിൽ ക്രൂശിച്ചെന്നൊക്കെ അവർക്കറിയാം. നമുക്കതും അറിയത്തില്ല. നമ്മൾ 2000 വർഷം കഴിഞ്ഞ് ജീവിക്കുന്നവരാ. ആ ആള് ജീവനോടെ ഇരിക്കുന്നെന്നുള്ളതാ വാർത്ത. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ.
ഉയർത്തെഴുന്നേറ്റെന്നുള്ള ചരിത്രമാണെങ്കിൽ ജീവനോടെ ഇപ്പോഴും ഇരിക്കുന്നെന്നുള്ള വാർത്തയാ. ആ വാർത്തയുടെ നിശ്ചയം നീ അറിയണം. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ നീയും അറിയണം. അത്രേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം. എന്തുവാ? യേശു ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതിന്റെ നിശ്ചയം നീ അറിയേണ്ടതിന് ഞാൻ യെരുശലേമിൽ നടന്ന കാര്യങ്ങളൊക്കെ പോയി പഠിച്ച് ക്രമമായിട്ട് നിനക്ക് വേണ്ടി പുസ്തകം എഴുതുക എന്നാ പറഞ്ഞു. അപ്പോൾ ലൂക്കോസ് വെറുതെ കേട്ടുകേഴ്വി എഴുതിയതല്ല. മാതാവായ മറിയയുടെ അടുക്കൽ ചെന്നു, അല്ലെങ്കിൽ അന്ന് ജീവനോടെ ഇരുന്ന അപ്പോസ്തലന്മാരുടെ അടുക്കൽ ചെന്നു, സൗഖ്യം പ്രാപിച്ച ലാസറിന്റെ അടുക്കൽ ചെന്ന് എല്ലാവരെയും ഇന്റർവ്യൂ ചെയ്തു. എങ്ങനെയാ കർത്താവ് വിടുവിച്ചേ? ഇതൊക്കെ സംഭവിച്ചതാണോ? അങ്ങനെ ചോദിച്ച് വളരെ ക്ലിയറായി താൻ ഒരു ചരിത്രകാരനായോണ്ട് അതാണ് സകലവും സൂക്ഷ്മമായി പരിശോധിച്ച് കാലക്കണക്കനുസരിച്ച് ഓരോ സംഭവങ്ങൾ നടന്ന ക്രോണോളജിക്കൽ ഓർഡറിൽ തെയോഫിലോസിന്, അദ്ദേഹം ഒരു ഉന്നത പഠനം ഉള്ള ആളാ, വെറുതെ ഉപദേശി ഭാഷയിലൊന്നും എഴുതിയ അദ്ദേഹത്തിന് അത്ര ഇഷ്ടം തോന്നുകയില്ല. അതുകൊണ്ട് വളരെ നല്ല ഭാഷയിൽ എഴുതിയ ഗ്രന്ഥമാണ് ലൂക്കോസിന്റെ സുവിശേഷം. ആ ലൂക്കോസിന്റെ സുവിശേഷം എഴുതി ഒരുപക്ഷെ അത് വായിച്ച് തീരാറായപ്പോഴായിരിക്കും അതിന്റെ പുറകെ അപ്പോസ്തല പ്രവർത്തികളോട് എഴുതി അദ്ദേഹത്തോട് പറയാണ്, ഈ ലൂക്കോസ് പോലും യേശുവിനെ നേരിൽ കണ്ടിട്ടില്ല, താനൊരു വിജാതീയനായിരുന്നു, പൗലൂസിന്റെ ശുശ്രൂഷയിൽ പിന്നീടാണ് യേശുവിൽ വിശ്വസിച്ചത്. ആ ലൂക്കോസാ പോയി ഇതെല്ലാം തിരക്കിയത്. അതുപോലെ ഞാൻ നിങ്ങളോടും പറയാം, നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും യേശു നിമിത്തം സൗഖ്യമായെന്ന് കേട്ടാൽ നിങ്ങളൊന്ന് പോയി തിരക്കണം, ഇത് ശരിയാണോ? ചിലരൊക്കെ നമ്മൾ ഈ സാക്ഷ്യങ്ങളൊക്കെ എടുക്കുമ്പം ചിലർ പറയും അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്, സാക്ഷ്യത്തിന് ആളുണ്ടോ എന്ന് കൈപൊക്കി വരിക. ഞാൻ പറയുന്നത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നവരെ ഒന്നും വെറുതെ വിടരുത്. കൈ കൊടുത്ത് പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്യുന്നവരെ ഒന്നും വെറുതെ വിടരുത്. ലൂക്കോസ് പോയ പോലെ പോണം. പറഞ്ഞേ, സൗഖ്യം കിട്ടിയതാണോടാ എന്ന് ചോദിക്കണം. കിട്ടിയതല്ലെങ്കിൽ അല്ലേ സ്വർഗീയവിരുന്നുകാർക്ക് വേണ്ടി പറഞ്ഞാണ് എന്ന് പറയും. സൗഖ്യം കിട്ടിയതാണെങ്കിൽ നിങ്ങൾ അവനെ നിലത്തടിച്ചാലും പറയും ഞാൻ അവനെ തൊട്ടതാ, ഞാൻ അവനെ രുചിച്ചതാ, അവൻ എന്നെ സൗഖ്യമാക്കിയതാ. അടുത്തിരിക്കുന്ന ആൾ പറയാം ലൂക്കോസിനെ പോലെ ഇടയ്ക്കൊന്ന് പോയി തിരക്കണമെന്ന് പറഞ്ഞേ. ഒരു ചരിത്രകാരന്റെ കണ്ണുണ്ടായിരിക്കണം, ഒരു ഡോക്ടറുടെ കണ്ണുണ്ടായിരിക്കണം, ഒരു സത്യാന്വേഷിയുടെ കണ്ണുണ്ടായിരിക്കണം. വെറുതെ സത്യത്തെ പുറകിലെറിയരുത്. യേശുവല്ലാതെ മറ്റൊരു സത്യവുമില്ല, യേശുവല്ലാതെ മറ്റൊരു സത്യവുമില്ല. ഈ സത്യത്തിന്റെ മുമ്പിൽ എല്ലാവരും നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. ഇന്നത് ഞങ്ങൾ എല്ലാവരോടും അറിയിക്കുക, ഒരു പാപിയും പാപത്തിൽ നശിക്കേണ്ട, ഒരു തകർന്നവനും നശിക്കേണ്ട. ഈ യേശുവിനെ ഒന്ന് വിളിച്ചാൽ ഈ ലോകത്തിൽ രക്ഷ, നിത്യജീവനും ലഭിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അങ്ങനെ തെയോഫിലോസിനെ ക്രമമായിട്ട് ഓരോന്ന് എഴുതാൻ തുടങ്ങി. തെയോഫിലോസേ, നീ എന്റെ ആദ്യത്തെ പുസ്തകം വായിച്ചല്ലോ, അതിനകത്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ ജനനം മുതൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തത് വരെ പറഞ്ഞല്ലോ. ഇനി രണ്ടാമത്തേതാ ഇവിടെ അദ്ദേഹം പറയാ, ഇനി ഞാൻ എഴുതാൻ പോകുന്നത് യേശു പുനരുദ്ധാനം ചെയ്തത് മുതൽ താൻ ശിഷ്യന്മാരോട് നടന്ന് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പറയണം. ലോകാവസാനം വരെ എന്റെ സുവിശേഷം എവിടെ പറഞ്ഞാലും ഞാൻ അവിടെ ഉണ്ടായിരിക്കും. എന്നിട്ട് യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നിന്റെ വാക്ക്, നിങ്ങൾ പോയി പറയുന്ന വാക്ക് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. പറഞ്ഞ നിങ്ങളാലല്ല, പിന്നെ വിശ്വസിക്കുന്നവരുടെ കൈകളാൽ അത്ഭുതങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നെന്ന് ഞാൻ ഈ പറയുന്നത്, അത് വിശ്വസിക്കുന്നവരെന്ന് കര ഉയർത്തി കാണിക്കാമോ? ഈ കൈകളാൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആ കരങ്ങളൊന്ന് ഉയർന്നിരിക്കട്ടെ. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അപ്പൊ അതിനെ ഞാൻ പറയട്ടെ, ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്നവരല്ലേ കൈ ഉയർത്തിയത്? ആ വിശ്വസിച്ച ഒറ്റ കാരണം കൊണ്ട് പാപം ക്ഷമിക്കപ്പെട്ടു. ആ വിശ്വസിച്ച ഒറ്റ കാരണം കൊണ്ട് പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. യേശു കാൽവറിയിൽ എന്റെ പാപം മോചിച്ചു, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെന്ന് ഉറപ്പുണ്ട്. പിന്നെ അവിടെ പേര് വരാൻ വേണ്ടി ദൈവത്തിന് ഇടയ്ക്കിടയ്ക്ക് മണി ഓർഡർ അയക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ചിലര് നമ്മളെ ചില കമ്പനികളിലൊക്കെ കാറൊക്കെ നമ്മൾ വിലയ്ക്ക് മേടിക്കുമ്പോൾ ഒരു 20 ചെക്ക് അങ്ങ് കൊടുക്കും, എല്ലാ മാസത്തിലുള്ള പേയ്മെന്റ്. അത് മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ കാർ എന്റെ സ്വന്തമാകത്തുള്ളൂ. അതുവരെ കാറിന്റെ ഒരു പിടുത്തം ബാങ്കിന്റെ മേല. അങ്ങനത്തെ രക്ഷയും കൊണ്ട് നടക്കരുത്. കൈകൊടുത്ത് പറഞ്ഞേ, അങ്ങനത്തെ രക്ഷയും കൊണ്ട് നടക്കരുത്.
കാര്യം എന്റെ വണ്ടിയാണെന്ന് പറഞ്ഞ് ഞാൻ ഓടിക്കുന്നുണ്ടെങ്കിലും എപ്പോഴാ SBT പിടിക്കുന്നത്?